നീ കാല് പിടിക്കുന്നത് കാത്തിരുന്ന് അവരുടെ കണ്ണ് കഴയ്ക്കത്തേ ഉള്ളൂ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മൊർദെഖായി തൻ്റെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. അയ്യോ പാസ്റ്ററേ, എനിക്കിപ്പം പേടിയാ, അടുക്കളയിൽ പോയി നിൽക്കാൻ പേടിയാ. ഇവർ കൈവാക്കിനിരിക്കുന്ന പിച്ചാത്തി വല്ലവും കൊണ്ട് എൻ്റെ നെഞ്ചത്ത് കുത്തിയിറക്കിയാലോ എന്ന പേടിയാ. ആഹാരം കഴിക്കുവാൻ എനിക്ക് പേടിയാ, ഇവർ വല്ലതും കലക്കി തന്നാലോ എന്ന് പേടിയാ. കിണറ്റിൻ്റെ കരയിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയാ, ഇവരെന്നെ കാലേ വാരി കിണറ്റിനകത്ത് ഇട്ടാലോ എന്ന പേടിയാ. എനിക്ക് പേടിയാ പാസ്റ്ററേ. കാര്യം മനസ്സിലായില്ലല്ലോ. സഹോദരി തൻ്റെ സങ്കടം വിളിച്ച് പറയുക. താൻ കെട്ടിക്കയറിപ്പോയ വീട് എന്ന് പറഞ്ഞാൽ തൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിനായി ദൈവം ഒരുക്കിയ സ്ഥലം, അവിടെ താൻ അനുഭവിക്കുന്ന പ്രശ്നം, അതിൻ്റെ രത്ന ചുരുക്കം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കത് അപരിചിതമല്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വലിയ നാൾ മുതൽ പ്രശ്നം. ആദ്യമൊക്കെ വിചാരിച്ചു ഒരു അപരിചിതയായ സ്ത്രീ പുതിയൊരു അനുഭവത്തിൽ ചെന്നതല്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ദിവസം കഴിയുന്തോറും പ്രശ്നം കൂടി വരുന്നു. കൂടി വരിക എന്ന് പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ടല്ല, 2 പിള്ളേരായി, എന്നിട്ടും പ്രശ്നത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ആദ്യമൊക്കെ പ്രിയ സഹോദരി ക്ഷമിച്ചു. ഇടയ്ക്കൊക്കെ സഹിക്കാൻ പറ്റാതാകുമ്പോൾ തൻ്റെ വീട്ടിൽ പോയി നിൽക്കും. പിന്നെ തൻ്റെ ഭർത്താവിനോട് ഒരു പരിധിയില്ലേ പറയുന്നതിന്, എത്ര പറഞ്ഞിട്ട് ചില ഭർത്താക്കന്മാരങ്ങനെ. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാറും കേട്ടോ സഹോദരി, നീ സങ്കടപ്പെടണ്ട. നിൻ്റെ ഭർത്താവിന് നിന്നെ മനസ്സിലാവും. ഏറ്റവും വലിയ സങ്കടം അതാണ്, നമ്മുടെ പങ്കാളിക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ആ വിധത്തിൽ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടായിരിക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങിയോ. നിൻ്റെ സങ്കടം നിൻ്റെ ഭർത്താവ് കാണുവാൻ പോകുക. നിൻ്റെ ഹൃദയം, നിൻ്റെ അവസ്ഥ നിൻ്റെ ഭർത്താവിന് മനസ്സിലാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഒന്ന് മനസ്സിലായാൽ, അവൾ എന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ അവൾക്ക് പിന്നെ എന്നെ വിട്ടിട്ട് മാറി നിൽക്കാൻ പറ്റത്തില്ല. ബ്രദർ, നിൻ്റെ ചിന്ത അത് സംഭവിക്കുവാൻ പോകുക. നിന്നെക്കുറിച്ച് അവൾ ചിന്തിക്കുവാൻ പോകുക. ചിലതൊക്കെ മറന്ന് നിന്നെക്കുറിച്ച് അവൾ ചിന്തിക്കുവാൻ പോകുക. സിസ്റ്ററെ, നിന്നെക്കുറിച്ച് നിൻ്റെ ഭർത്താവ് ചിന്തിക്കുവാൻ പോകുക. ചിലതൊക്കെ മറക്കേണ്ട ചിലതൊക്കെ മറന്ന്, ഓർക്കുവാൻ പാടില്ലാത്ത ചിലതൊക്കെ മറന്ന് എൻ്റെ ദൈവം നിൻ്റെ ഭർത്താവിനെ കൊണ്ട് നിന്നെക്കുറിച്ച് ചിന്തിപ്പിക്കുവാൻ പോകുക. പ്രിയ മാതാവേ, നിൻ്റെ മക്കളെ കൊണ്ട് നിന്നെക്കുറിച്ച് ചിന്തിപ്പിക്കുവാൻ പോകുക. നീ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, നീ അവർക്ക് വേണ്ടി ജീവിച്ചത്. അതേ കേൾക്ക്, ചിലരൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ആ ജോലി സ്ഥലത്തുള്ളവർ, നിങ്ങൾ ഇന്നലകളിൽ എങ്ങനെയായിരുന്നു ആ സ്ഥാപനത്തിന് വേണ്ടി നിന്നത്, ആ വീടായിരിക്കാം, പക്ഷെ അവിടെ നീ എടുക്കുന്ന സ്ട്രഗിൾ അവർക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. അവർ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പരാതിക്ക് അറുതിയായി അവർ നിന്നെക്കുറിച്ച് ചിന്തിക്കുവാൻ പോകുക. ആമേൻ. ശുശ്രൂഷക, നിൻ്റെ സഭ, നിൻ്റെ പ്രിയപ്പെട്ടവർ നിന്നെക്കുറിച്ച് ചിന്തിക്കുവാൻ പോവുക. നീ പ്രാണൻ കളഞ്ഞു നിൽക്കുന്ന നിൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടിയല്ല, എന്തിനു മക്കളെ പോലും മറന്ന് നിൻ്റെ സഭ എന്ന് പറഞ്ഞ് ഓടുന്നില്ലേ? അവിശ്വാസ കുടുംബങ്ങൾക്ക് വേണ്ടി ഓടുന്നില്ലേ? പലപ്പോഴും നീ ചിന്തിക്കാറുണ്ട്, ഇവർക്കെന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലല്ലോ, ഇവരെന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ സഭ നിന്നെക്കുറിച്ച് ചിന്തിക്കുവാൻ പോവുക, നിന്നെ മനസ്സിലാക്കുവാൻ പോവുക. ആമേൻ, സ്തോത്രം. അപ്പോൾ തുടർന്ന് അത് വലിയൊരു ഇഷ്യൂ ആയി, മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പോൾ ആ സഹോദരിയുടെ വീട്ടുകാരൊക്കെ വന്നു, സഹോദരനുണ്ട്, എല്ലാവരും വന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചിട്ട് കാരണമൊന്നും പറയാനില്ല, പക്ഷേ ഇവളെൻ്റെ കാല് പിടിക്കണം, അതാണ് ആവശ്യം. ഇവളെൻ്റെ കാല് പിടിക്കണം, അതാണ് ആവശ്യം. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ കാല് പിടിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ. അപ്പോൾ ആ സഹോദരി, തൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ പറഞ്ഞു, എൻ്റെ കാലും പിടിക്കണം. ആമേൻ. അപ്പോൾ ആ സഹോദരി തന്നെ പറയുന്നത് കേട്ടാൽ, ചുരുക്കത്തിൽ കുറേ കഴിഞ്ഞപ്പോൾ ആ പഞ്ചായത്തിലുള്ളവരുടെ മുഴുവൻ കാലും ഈ സഹോദരി പിടിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നു. നടക്കുന്ന കാര്യമാണോ? ഇതൊക്കെയാണ് ഒരിടത്തുനിന്ന് നടക്കുന്നത്. ആമേൻ. അപ്പോൾ ആ സഹോദരി അങ്ങനെ ഇത്രയും പേരുടെ കാല് പിടിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. വ്യക്തമായിട്ടൊരു കാരണവും ഇവർക്ക് പറയാനില്ല. അപ്പോൾ സഹോദരി തൻ്റെ പിള്ളേരുമായിട്ട് തൻ്റെ വീട്ടിൽ പോയി. പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു, പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി, ഉപവാസം ക്രമീകരിക്കുവാനായിട്ട് തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും നിങ്ങൾ കടന്നു പോകുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ സഹോദരിയും ചേർന്ന് ഉപവസിക്കുവാൻ തുടങ്ങി. ഏകദേശം 6 മാസങ്ങൾ, മീൻസ് 6 ഉപവാസമൊക്കെ കഴിഞ്ഞു.
അപ്പോൾ അതുവരെ ഈ പ്രശ്നത്തിലൊന്നും ഇടപെടാതെ മാറി നിന്ന ബിരുദനായ തൻ്റെ ഭർത്താവുണ്ട്. ചില ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ അങ്ങനെ പങ്കാളികൾ പ്രശ്നത്തിലാവുമ്പോൾ അതിലൊന്നും ഇടപെടത്തില്ല, നൈസായിട്ട് മാറി നിൽക്കും. അതാ ഏറ്റവും വലിയ സങ്കടമില്ല. അങ്ങനെ മാറി നിൽക്കുന്ന ചിലരൊക്കെ കർത്താവ് ആമേൻ മടക്കി വരുത്തുവാൻ പോവുകയാണ്. ആ പുള്ളി സഹോദരിയെ വിളിച്ചു, ഒരാശ്വാസമായി. മക്കൾക്ക് അപ്പനുണ്ടല്ലോ പേരിനെങ്കിലും എന്നുള്ളൊരു, അങ്ങനെ പേരിനൊന്നും ചിന്തിക്കേണ്ട, അതൊക്കെ മാറും കേട്ടോ. നീ ആഗ്രഹിക്കുന്നത് പോലെ നിൻ്റെ മക്കളുടെ അപ്പനായി, നിൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവനായി നിൻ്റെ ഭർത്താവ് മടങ്ങി വരും. നിനക്ക് പ്രയോജനമുള്ളതായി നിൻ്റെ സാഹചര്യങ്ങളെ കർത്താവിന് മാറ്റുവാൻ കഴിയും. വിശ്വാസത്തോടെ ആമേൻ പറയും. ആമേൻ. അതേ സാഹചര്യമായിരുന്നാലും നിൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്കൊപ്പമുള്ളവരെ നിനക്ക് പ്രയോജനമുള്ളവരാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ അവരവിടെ നിന്ന് വിളിയോട് വിളിയാണ്, കാല് പിടിക്കാൻ ചെല്ലണം. ഒരാളുടെ അല്ല, പഞ്ചായത്തിൻ്റെ മുഴുവൻ. അപ്പോൾ ഭർത്താവ് വിളിച്ചിട്ട് ഭർത്താവ് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക, അല്ലാതെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നു. ഞാനൊരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. എസ്തേറിൻ്റെ പുസ്തകമാണ് കേട്ടോ. കാല് പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ താനത് വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഹാമാൻ ഒരു വലിയ കഴിമരം ഉണ്ടാക്കി. ഒരു 50 അടി പൊക്കമൊക്കെ ഉള്ള ഒരു കഴിമരം ഉണ്ടാക്കി. എന്നിട്ട് അതിനെ സ്ഥാപിച്ചു. അപ്പോൾ ഈ 50 അടി പൊക്കം എന്തിനെന്ന് ചോദിച്ചാൽ, മൊർദെഖായിക്ക് 50 അടി പൊക്കം ഉള്ളത് കൊണ്ടല്ല. ഈ 50 അടി പൊക്കമുള്ള ഒരു സ്തൂപത്തിൽ അല്ലെങ്കിൽ ഒരു തൂണിൽ ഒരാളുടെ കെട്ടി തൂക്കിയാൽ എല്ലാവരും കാണത്തില്ലേ, ദൂരെ ഉള്ളവർക്ക് വരെ കാണാൻ പറ്റും. അപ്പോൾ കാണുന്നവരെല്ലാം ഇങ്ങനെ പറയും, ഹാമാനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അവൾ ആരുടെ അടുത്താണ് കളിച്ചത്? നമ്മുടെ ചാച്ചിയുടെ അടുത്ത്. അവൾ വിടുവോ? ഇതൊക്കെയാണ് പലരുടെയും ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഹാമാൻ കഴിമരം ഒരുക്കി. പക്ഷേ എന്തോ ഹാമാൻ്റെ ലക്കായിരിക്കാം, ആ കഴിമരത്തിൽ കയറാൻ, ആ കഴിമരം ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യവും ദൈവം ഹാമാന് നൽകി. അപ്പം ദൈവം അങ്ങ് തീരുമാനിച്ചു. ചില കാലുകളാണല്ലോ കാല് പിടിപ്പിക്കാനുള്ള വെല്ലുവിളിക്ക് കാരണം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നേ. നീ പിടിക്കാൻ തയ്യാറായാലും ചില കാലുകളൊന്നും അവിടെ കാണത്തില്ല. നീ തയ്യാറായാലും ചിലരുടെ മുമ്പിൽ തലകുനിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ആ തൊഴിലിടത്തിൽ നീ തയ്യാറായാലും ബ്രദറെ, നിൻ്റെ തലകുനിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ കാല് പിടിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സിസ്റ്ററെ, നീ കാല് പിടിക്കുവാൻ തലകുനിയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നിന്നെക്കൊണ്ട് കാല് പിടിപ്പിക്കുവാൻ കാല് നീട്ടിയിരിക്കുന്നവരൊക്കെ കാലേ വാരി ദൂരെ കളയുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു. മക്കളെ, അവരുടെ മുമ്പിൽ കാല് പിടിക്കുവാൻ, മക്കളെ, അവരുടെ കാല് പിടിക്കുവാൻ, അവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തേയില്ല ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്. കാരണം എന്താ? സ്തോത്രം, നീ ഇപ്പോഴും പുറത്താ, ഒരിടത്തും എത്തിയില്ല, ഒന്നും ആയില്ല. മൊർദെഖായി പുറത്താ, വാതിൽക്കല. അതുകൊണ്ടാണ് അകത്തുള്ളവന് മൊർദെഖായിയോട് കലിപ്പ് വന്നത്. പലർക്കും ദേഷ്യം വരുന്നതും നിന്നെ ചവിട്ടി അരയ്ക്കാനൊക്കെ തോന്നുന്നത് നീ ഒന്നും ആകാത്തത് കൊണ്ടാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ ചിലർക്ക് നിൻ്റെ നേരെ നോക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു. താങ്ക് ലോർഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? 4-ാം അധ്യായം 16-ാമത്തെ വാക്യം അതിനുള്ള ഉത്തരമാണ്. എസ്തേറിൻ്റെ പുസ്തകമാണ് കേട്ടോ. ഒരു ഉപവാസം പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. പ്രിയരെ, ഉപവാസം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ കാര്യമല്ല. പ്രൈസർ ഫാമിലി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാക്ഷ്യം സകലത്തിൻ്റെയും അടിസ്ഥാനം ഉപവാസമാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്ററെ, ഞങ്ങളായിരിക്കുന്ന സാഹചര്യം, ഞങ്ങളായിരിക്കുന്ന അവസ്ഥ, പിന്നെ ഇത്രയും ദൂരെ എങ്ങനെ ഉപവസിക്കുവാനായിട്ട് പറ്റും? നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാനും പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ ഒരൊറ്റ ഉപവാസം ആ കാല് കാണാതെ പോയി. ആമേൻ. സ്തോത്രം. കാല് പിടിക്കേണ്ടി വരത്തില്ല, തലകുനിയേണ്ടി വരത്തില്ല. ആ ബാങ്കിൽ നിന്ന് തലകുനിച്ച് നീ ഇറങ്ങേണ്ടി വരത്തില്ല. ജപ്തി നടക്കത്തില്ല. ജപ്തി നടപടികളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു, റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ കാല് പിടിച്ചാലേ ശരിയാകത്തുള്ളൂ എന്ന് വാദിച്ചു നിൽക്കുന്ന ചിലരെ കാല് കാണാതെ പോവുകയല്ല, കാല് കാണാം. മൊർദെഖായിയുടെ കാലെല്ലാവരും കണ്ടു. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ മറക്കണ്ട, കോണ്ടാക്ട് ചെയ്തോ, ഉപവാസം ക്രമീകരിച്ചോ, കാല് പിടിക്കേണ്ടി വരത്തില്ല. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചനം ധ്യാനിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച രാവിലെ 11:30 ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കമൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും.
നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കടന്നു വാ. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ചു. പ്രാർത്ഥനയോടെ നിങ്ങൾ കടന്നു വന്നാൽ വിടുതലോടെ മടങ്ങാം എന്ന് കണ്ടോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവപ്പ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണമേ. ഇവർ തലകുനിക്കേണ്ടി വരുന്ന, കാല് പിടിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരുക്കുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ ഇവരെ അങ്ങ് മാനിച്ചുയർത്തണമേ. ആ സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. തൊഴിലിടത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. വെല്ലുവിളികളും ശത്രുവിൻ്റെ പദ്ധതികളും മാറിപ്പോകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകൾ നൽകി സ്വർഗം മാനിക്കണമേ. തൊഴിലുകൾക്കായുള്ള കാത്തിരിപ്പിന് അറുതി വരട്ടെ. വരുമാനമില്ലാത്ത നരക ജീവിതങ്ങൾക്ക് അറുതി ഉണ്ടാകട്ടെ. വിദേശത്തും സ്വദേശത്തും തൊഴിൽ സംബന്ധമായി ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിസകൾ വരട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. പഠനത്തോടൊപ്പം ജോലിക്ക് വേണ്ടി കടന്നുപോയി സ്ട്രഗിൾ ചെയ്യുന്നവർ നല്ല ജോലികൾ നൽകി മാനിക്കണമേ. പഠനത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. എഡ്യൂക്കേഷൻ ലോണുകൾ പാസ്സാകട്ടെ. വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതി റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി സ്വർഗമങ്ങ് മാനിക്കണമേ. കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗമങ്ങ് സൗഖ്യമാക്കട്ടെ. എല്ലാ രോഗബന്ധനവും അഴിയട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. മാനസികമായ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളിൽ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കോടതി നടപടികളിൽ നീതി വെളിപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവിധ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. ആ കാല് അതിനെ കർത്താവ് മാറ്റിത്തരും. നീ കാല് പിടിക്കത്തില്ല. എന്നാൽ നാളെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.